നമ്മൾ ആ പ്രവാചകരോട് സ്നേഹം എത്രത്തോളം വെച്ചു പുലർത്തുന്നത്, എങ്ങനെയാ പ്രവാചകരെ സ്നേഹിക്കുന്നത്? സത്യത്തിൽ നമസ്കാരം ക്രിയാത്മകമില്ല, ദാനധർമ്മങ്ങളില്ല, നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്താണുള്ളത്? ഒന്ന് മാത്രമുണ്ട്, ഉറക്കെ പറയാൻ, ആ പ്രവാചകനോടുള്ള സ്നേഹം. ഇല്ലേ? നമുക്കില്ലേ? എന്താ ഒന്ന് ഉറക്കെ പറഞ്ഞോടെ? ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു നമ്മുടെ ഈ സദസ്സ്. റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്താ അതിനു വേണ്ടി തയ്യാർ ചെയ്യുന്നത്? മാദാ അഅദത ലഹാ, ഖിയാമത്ത് നാൾ എപ്പോഴാണ്, അതിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിക്കുക. അതിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വഅദ് പറയുകയാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് എപ്പോഴാ? ഡേറ്റ് എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാദാ അഅദത ലഹാ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുന്നു. ആ സ്വഹാബി വരെ പറയാം. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ എന്റെ നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്തുകൾ കൊടുക്കുന്നുണ്ട്, ഹജ്ജും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം കൊണ്ടു നടക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാഹുവിനോടും അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, അടങ്ങാത്ത താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻത മഅമൻ അഹബ്ബ മഹ്ബബത, നീ ആരെ ഇഷ്ടപ്പെട്ടോ, ആരെ താല്പര്യം വെച്ചോ അവരോടൊപ്പമാണ് നീ എന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹു അതോടൊപ്പം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുക, അതാണ് ഈ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ഉപകാരപ്പെടുന്ന ഒരു അമലായി പ്രവാചകരോടുള്ള സ്നേഹം നമ്മൾ കടങ്ങാതെ പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോ, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു പായിൽ അങ്ങനെ റസൂലുള്ളാഹി എണീറ്റിരുന്നു. റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ ആ കടന്നതാകുന്ന ഈന്തപ്പന ഓല വിരിച്ചതാകുന്ന പായയുടെ അടയാളങ്ങൾ റസൂലുള്ളാഹിയുടെ ഭൂമേനിയിൽ സുന്ദരമായ ശരീരത്തിൽ അടയാളം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പഴയ പാവിരിച്ചു കിടക്കുന്ന ഒരു സമ്പ്രദായം പഴയ തലമുറക്കാർക്കറിയാം. ആ പായിൽ നെഴിയിക്കുമ്പോൾ അതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പതിഞ്ഞിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടുമത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചവർ, ദുനിയാവിന്റേതാകുന്ന പർദീസയിൽ വിരാജിച്ച ഒരു വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റിരുന്നു. ഹഫ്സ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിലുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകളാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോയി നോക്കി. അടുക്കളയിൽ പോയി നോക്കിയപ്പോ അവിടെ കാണാൻ കഴിയുന്ന തൊലിഗോതമ്പിന്റെ അല്പം റൊട്ടി മാത്രമാണ് കാണുന്നത്. ഏതാണ് അല്പം തൊലിഗോതമ്പ് മാത്രമായാണ് ഇവിടുന്ന് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കിസ്റാ وكيسر ينامان على فراش حرير وأنت رسول الله. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങൾ പിടിച്ചടക്കിയതാകുന്ന ആളുകൾ സുന്ദരമായിട്ട് കഴിയുകയാണ്. ക്രൈസ്തവരാകുന്ന ആളുകൾ സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. അവർക്ക് എത്ര റാഹത്തായ ജീവിതമാണ് നബിയെ. അവർ പട്ടുമെത്തയിലാണല്ലോ വസിക്കുന്നത് നബിയെ. വഅൻത റസൂലുള്ളാഹ് വഅൻത റസൂലുള്ളാഹ്. അവിടുന്ന് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിക്കുന്നവരല്ലയോ. അവിടുത്തെ അവസ്ഥ ഇതാണ്. പട്ടുമെത്ത് അവിടുത്തേക്കില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ കുടിനീരുകളില്ല. എന്തൊരു ദാരിദ്ര്യമാണ്, ദാരിദ്ര്യമാ. വഅൻത റസൂലുള്ളാഹ്. ഇതങ്ങോട് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തോളോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാ, യാ ഉമറൂ, അല്ലയോ ഉമറേ, ഉമറേ, ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും ദുനവാ.
ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ളത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് ദുന്യവിയായ ജീവിതമാണ്. കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാർക്ക് പളപളപ്പിൽ വിരാജിക്കുന്നതാകുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് ഈ ദുനിയാവ് മാത്രമാണ്. വലനൽ ആഖിറ, നമുക്ക് ആഖിറത്തിലെ വിജയമാണ് വേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വീട്ടിലേക്ക് വാപ്പ കൊണ്ടുവരുന്നതാകുന്ന ആഹാരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് കൊണ്ടുവരുന്ന പൊതികൾ കണ്ടിട്ട് അവരെ നമ്മൾ സ്നേഹിക്കരുതേ. പാവപ്പെട്ട ഉപ്പ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുകയാണ്, നമുക്ക് വേണ്ടിയാണ് അന്നം തേടി പോയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ആ ഭർത്താവിനെ നമ്മൾ മറക്കരുതേ പെണ്ണെ. ആ ഭർത്താവ് കൊണ്ടുവരുന്ന എന്ത് വസ്തുക്കളായാലും സ്നേഹത്തോടുകൂടി എടുക്കണേ, കഴിയണേ. ഇന്ന് ഭൗതികമാകുന്ന ജീവിത ചുറ്റുവട്ടത്തിൽ കരുനാഗപ്പള്ളിയിൽ തന്നെ 17-കാരിയാകുന്ന സഹോദരി കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയ വാർത്ത ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17ന്റെ നിറകുടകളാകുന്ന സഹോദരിമാര്, പ്ലസ്റ്റുവിനെ പഠിക്കുന്നതാകുന്ന സഹോദരിമാര് സ്വന്തം ബാപ്പയെ ഉമ്മയെ മറന്നിട്ട്, സ്വന്തം സഹോദരങ്ങളെയും കൂടപ്പിറപ്പിനെയും മറന്നിട്ട് ഇന്നലെ കണ്ടതാകുന്ന കാമുകന്മാരോടൊപ്പം ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഈ കലുഷിതമാകുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയോടുള്ള ബാധ്യതകൾ മറക്കരുതേ. നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് നൽകിയ സ്നേഹം ഒരിക്കലും നല്ല മറന്നു പോകരുതേ. പെങ്ങളെ 18 വയസ്സ് വരെ നിന്റെ ജീവിതം മുഴുവനും ഏറ്റെടുത്തതാകുന്ന നിന്റെ വാപ്പ, ആ വാപ്പയുടെ സ്നേഹം നീ അറിയാതെ പോകരുതേ. നീ കൊച്ചുനാളിലായത് മുതൽ നിനക്ക് മുലയൂട്ടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് ഭക്ഷണം നൽകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ സ്നേഹവും ലാളനയും നീ അറിയാതെ പോകരുതേ, മനസ്സിലാക്കാതെ പോകരുതേ. ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറിയിട്ട് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കള് കരിവാരിത്തേക്കുന്ന അവസരത്തില് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുപോയി അവസാനം കോടതി വരാന്തയിലേക്ക് എത്തി. കോടതി മുറിയിൽ വെച്ചുകൊണ്ട് വക്കീൽ നിന്നോട് ചോദിക്കുകയാ, അല്ലയോ സഹോദരി, 18 വയസ്സ് വരെ നിന്നെ വളർത്തിയ മാതാപിതാക്കളെ നീ മറക്കുകയാണോ? ഇന്നലെ കണ്ട സഹോദരനെയാണോ നിനക്ക് വേണ്ടത്? അഭിഭാഷകന്റെ മനസ്സിൽ തിറക്കുന്ന ചോദ്യത്തിന് മുന്നിൽ പോലും പതറാതെ ചിതറാതെ മോശപ്പെട്ടതാകുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വാപ്പയും ഉമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇവരെന്നോട് സ്നേഹം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ തെറിവിളിച്ചുകൊണ്ട് പരിശുദ്ധ ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് ആ വാപ്പയും ഉമ്മയെ മറന്നുകൊണ്ട് ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, ഈ ദുന്യവിയായ ജീവിതം മാത്രമല്ല, നിനക്കൊരു പാരത്രിക ജീവിതമുണ്ട്, ഓർക്കണേ. ചിറ്റുമൂലയുടെ മണ്ണെന്ന് പറയുന്നത് ആത്മീയമാകും ഉന്നമനം കിട്ടിയ മണ്ണാണ്. പഴയ കാലഘട്ടം മുതലേ തന്നെ ഉലമാക്കൾ ഒന്നുകൊണ്ട് വാങ്ങ് പറഞ്ഞിട്ടുള്ള മണ്ണാണ്. ആത്മീയ മേഖലയിൽ ഉല്ലസിച്ച മണ്ണാ. അതുകൊണ്ട് തന്നെ ഉറപ്പെടുത്തുകയാണ്, നമ്മുടെ നാടിനെ കളങ്കപ്പെടുത്തരുതേ, ഈ നാടിന്റെ ഐശ്വര്യത്തെ ഇല്ലാതാക്കരുതേ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന സ്നേഹങ്ങൾ സഹോദരിമാര് തിരിച്ചറിയണേ.